നമസ്കാരം, നാട്ടുവരമ്പിലേക്ക് സ്വാഗതം. ഞാൻ പൗർണമി ശങ്കർ. മാധ്യമരംഗത്ത് നിന്ന് വഴിമാറി ടെറേറിയം എന്ന ഒരു മേഖലയിലേക്ക് എത്തപ്പെട്ട ഒരാളാണ് ഞാൻ. സാധാരണ ചെടി വളർത്തുന്നതിൽ നിന്നും വ്യത്യസ്തമായാണ് ടെറേറിയത്തിൽ ചെടി പരിപാലിക്കുന്നത്. അതെങ്ങനെയെന്നും എങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്നും ആണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ പങ്കുവയ്ക്കുന്നത്. ടെറേറിയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അധികം പരിചിതമായിട്ടുള്ള ഒരു വാക്കല്ല. വിദേശ രാജ്യങ്ങളും മറ്റും ഇത് വളരെ സുലഭമായി കിട്ടുകയും ആളുകൾ വീടുകളിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഇത് നമ്മുടെ നാട്ടിലും കുറേശ്ശെയായി ട്രെൻഡിങ്ങായി വരുന്നുണ്ട്. ചെടിയോട് ഇഷ്ടമുണ്ടെങ്കിലും അത് വളർത്താനും പരിപാലിക്കാനൊന്നും അധികം സമയമില്ലാത്തവർക്കും അല്ലെങ്കിൽ അതിനായി ബുദ്ധിമുട്ടാനും ഇത്തിരി മടിയുള്ള ആൾക്കാർക്കും എല്ലാം ഈ ടെറേറിയം നല്ലൊരു മാർഗമാണ്. അതെങ്ങനെയാണ് പരിപാലിക്കുന്നതെന്നുള്ളത് വളരെ സിമ്പിളായ കുറച്ച് കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ടെറേറിയത്തിൽ നമുക്ക് നല്ല രസമായിട്ട് ചെടികൾ വളർത്താം. ടെറേറിയം എന്ന് പറയുന്നത് ഒരു എക്കോസിസ്റ്റമാണ്. അതിനുള്ളിൽ ചെടി വരുന്നുണ്ട്, മണ്ണുണ്ട്, ചെറിയ സൂക്ഷ്മ ജീവികളുണ്ട്. ഇതെല്ലാം സുഖമായി ഒരു പോട്ടിനുള്ളിൽ, അടച്ചിട്ട ഒരു പോട്ടിനുള്ളിൽ വളരുന്നു. വെള്ളവും വളവും ഒന്നുമില്ലാതെ വർഷങ്ങളോളം വളരുന്നു എന്നതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കൗതുകകരമായ ഒരു കാര്യം. ഇതാണ് ഞാൻ ചെയ്ത ഒരു ടെറേറിയം. സാധാരണ അതിൻ്റെ ബേസൊക്കെ ചെയ്ത ശേഷം നമ്മളൊരു ചെടി അതിൽ നടുന്നു. അതാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ചെയ്യുന്നതിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാനതൊരു ലാൻഡ്സ്കേപ്പ് മാതൃകയിലാണ് ചെയ്യുന്നത്. അതിന് അനുസരിച്ച് ഓരോ ചെടികളും അതിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു കാടിന് അടുത്തുള്ള ഒരു സ്ഥലം, ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിൽ കുഞ്ഞ് 2 മിനിയേച്ചറും വെച്ചിട്ടുണ്ട്. അപ്പോഴതിൻ്റെ ഭംഗി വളരെ ഇരട്ടിക്കുന്നുണ്ട്. ചെടി മാത്രം ഇരിക്കുമ്പോഴുള്ള പോലല്ല, ചെറിയ മിനിയേച്ചറും കൂടെ വെക്കുമ്പോൾ അതിനനുസരിച്ചൊരു മാറ്റം ഉണ്ടാകും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളോളം വെള്ളം ഒഴിക്കേണ്ട എന്നുള്ളതാണ്. ഇതിനുള്ളിൽ മണ്ണ് വരുന്നുണ്ട്, പലതരം ചെടികൾ വരുന്നുണ്ട്, കുഞ്ഞു സൂക്ഷ്മജീവികൾ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കുഞ്ഞു സൂക്ഷ്മജീവികൾ വരുന്നുണ്ട്. അങ്ങനൊരു ആവാസ വ്യവസ്ഥ ഇതിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ വെള്ളവും വളവും മറ്റുമൊക്കെ ഇട്ട് ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് തുറക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ഈ കാണുന്നത് ഒരു ചെറിയ ടെറേറിയമാണ്. സാധാരണ ഞാൻ ചെയ്യുന്നത് ഒരല്പം വലിപ്പമുള്ള പോട്ടുകളിലാണ്. അപ്പോൾ പക്ഷേ എല്ലാവർക്കും അത് അഫോർഡബിൾ ആകില്ല. അപ്പോൾ അതിന് ഒരു ബദലായിട്ട് ചെറിയ മിനി ടെറേറിയം ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു വ്യത്യസ്തമായി ചെയ്ത ഒരു ടെറേറിയമാണ്. ഇതിനുള്ളിൽ മോസും ഫിറ്റോണിയ എന്ന് പറയുന്ന മോയ്സ്ചർ, ഹ്യൂമിഡിറ്റി ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി മാത്രമാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. എനിക്ക് യാത്ര പോകാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പോൾ 10-13 വർഷം ജോലി ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു മടുപ്പും എല്ലാം കൂടെ ചേർന്ന്, എന്നാൽ ജോലി റിസൈൻ ചെയ്യാം, കുറച്ച് യാത്രയ്ക്ക് പോകാം, അതിനുശേഷം വേറെ ഒരു ബിസിനസ്സിലേക്ക് പോകാം എന്നുള്ളൊരു വിചാരത്തിലാണ് ഞാൻ ജോലി രാജിവെക്കുന്നത്. പക്ഷെ തൊട്ടടുത്ത മാസം ലോക്ക്ഡൗൺ വരികയാണ്, ഞാൻ വീട്ടിൽ പെട്ടുപോവുകയാണ്. അങ്ങനെയാണ് ചെടിയിലേക്ക് എൻ്റെ ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ചെടിയിലേക്ക് മറ്റും എൻ്റെ ശ്രദ്ധ പതിയുന്നത്. അതേക്കുറിച്ച് പഠിക്കുന്ന സമയത്താണ് ഈ ടെറേറിയം വളരെ ആകസ്മികമായി എൻ്റെ മുന്നിൽ വരുന്നതും അതിലൊരു കൗതുകം തോന്നുകയും അതേക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ചെയ്യുന്നത്. ഇന്ന് ടെറേറിയത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ യാത്ര പോകുന്നുണ്ട്. ആദ്യത്തെ ടെറേറിയം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത്ര സുഖകരമായ ഒന്നല്ല. അതൊരു ഫെയിലിയർ ആയിരുന്നു എന്ന് തന്നെ പറയാം. എൻ്റെ വളരെ അടുപ്പമുള്ള ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ്, അവളുടെ നിർബന്ധ പ്രകാരം ഞാൻ ഈ ടെറേറിയം ഒരെണ്ണം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് റീഡൂ ചെയ്യാം. അങ്ങനെ ഒരു പ്രോത്സാഹനം തന്നാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ഇന്നിപ്പോൾ ഏകദേശം 150 പരം ടെറേറിയം ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ വർക്ക് സ്പേസിലാണ്. ഈ റൂം മുഴുവൻ എൻ്റെ ടെറേറിയം മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ഇതിന് വേണ്ട സാൻഡ്, ഇതിൻ്റെ ബേസിൽ വേണ്ട സോയില്, അതിന് വേണ്ട വളരെ തുച്ഛമായ കുറച്ച് വളം, പലതരം റോക്സ്, ഇത്തരം കളക്ഷൻസ് എല്ലാം ഞാൻ ഈ റൂമിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ഇരിക്കുന്നതെല്ലാം ഞാൻ ടെറേറിയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില റോക്കുകളിലൊന്നാണ്. ഇത്
ഇതൊക്കെ ലാവാ റോക്ക് എന്ന് പറയും. ഇതിനൊക്കെ കിലോയ്ക്കൊക്കെ നല്ല റേറ്റ് വരുന്നതാണ്. ഇത് ചിലത് വലിയ റോക്ക് ഉപയോഗിക്കും, ചിലത് ആ ലാൻഡ്സ്കേപ്പിന് വേണ്ട രീതിയിൽ ചിലപ്പോൾ പൊട്ടിച്ച് ചെറുതാക്കി ഉപയോഗിക്കും. അതൊക്കെ ഓരോ തരം റോക്സും അതിന് ഓരോ ഭംഗിയാണ് കൊടുക്കുന്നത്. ഓരോ റോക്ക് ഉപയോഗിക്കുമ്പോഴും ആ ടെറേറിയം വ്യത്യസ്തമാവുന്നുണ്ട്. ടെറേറിയത്തിൽ വെക്കുന്ന ചെടികൾക്കും കുറച്ച് പ്രത്യേകതകളുണ്ട്. നമുക്കങ്ങനെ എല്ലാ ചെടികളും അതിലങ്ങനെ വെക്കാൻ പറ്റില്ല. സക്കുലൻസ്, കാക്ടസ് പോലുള്ള ചെടികളൊന്നും ക്ലോസ്ഡ് ടെറേറിയത്തിൽ നമുക്ക് വയ്ക്കാൻ പറ്റില്ല. കാരണം ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആ മോയ്സ്ചർ ലെവൽ കൂടുതലായത് കൊണ്ട് തന്നെ അത്തരം ചെടികൾ പെട്ടെന്ന് അഴുകിപ്പോവും. അപ്പോൾ ഹ്യൂമിഡിറ്റിയും മോയ്സ്ചറും ഒക്കെ ഇഷ്ടപ്പെടുന്ന ചെടികളായിരിക്കും നമ്മൾ ടെറേറിയത്തിൽ കൂടുതൽ ഉപയോഗിക്കുക. ഇതിലുപയോഗിച്ചിരിക്കുന്ന ഇപ്പം ഫോർ എക്സാമ്പിൾ ഇത് മോസാണ്, നമ്മുടെ നാട്ടിൽ പൊതുവേ കാണുന്ന മോസാണിത്. പിന്നെ ഈ കാണുന്നതാണെങ്കിൽ ഫേണാണ്, കലാത്തിയ അതിലുപയോഗിക്കും. ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന ചെടികളെല്ലാം ഈ ടെറേറിയത്തിനുള്ളിൽ നല്ല രസമായിട്ട് ഇരിക്കും. ഇതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ചെടികൾ വീട്ടിൽ വാങ്ങി വെച്ച് പരിപാലിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ പരിപാലിക്കാൻ മടിയുള്ളവർക്ക്, അതേസമയം തന്നെ വീടിൻ്റെ അകത്തളം മനോഹരമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പറയുന്ന ടെറേറിയവും വിവേറിയവും പലിഡേറിയം എല്ലാം നമ്മൾ അക്വേറിയം എന്ന് കേട്ടിട്ടുണ്ട്. അതിൽ കാര്യമായി ആൾക്കാർ വീട്ടിൽ വാങ്ങി വെക്കാറുമുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ചെടികൾ നിറഞ്ഞൊരു ലോകമാണ് ഇവയെല്ലാം. ചെറുപ്പം മുതലേ ചെടികളോട് നല്ല ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ അതിത്രയും അതിൻ്റെ ഒരു ബിസിനസ് മാർഗമായി മാറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച ഒന്നല്ല. എനിക്ക് ചെടികളുമായിട്ട് കാര്യമായ ഒരു ബന്ധം തുടങ്ങുന്നത് ഒരു 4 വർഷമായി. പക്ഷെ ടെറേറിയത്തിലേക്ക് എത്തിയിട്ട് 2 വർഷമാകുന്നു. എൻ്റെ ടെറേറിയം പരീക്ഷണങ്ങളെല്ലാം ഇവിടെയാണ്, ഈ ടേബിളിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ എൻ്റെ ബേസ് ചെറിയ ഡിസൈനിൽ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ മുകളിലേക്കായിരിക്കും അതിൻ്റെ പോട്ടിംഗ് മിക്സ് നമ്മൾ ഇടുക. പോട്ടിംഗ് മിക്സ് എന്ന് പറയുമ്പോൾ അതിൽ ചകിരിച്ചോറ് വരുന്നുണ്ട്, മണൽ വരുന്നുണ്ട്, പിന്നെ കുറച്ച് പെർലൈറ്റ് ഇടും. അപ്പോൾ ചകിരിച്ചോറ് എന്ന് പറയുമ്പോൾ വെള്ളം പിടിച്ചു നിൽക്കാൻ ചകിരിച്ചോറ് വളരെ ഹെൽപ്ഫുള്ളാണ്. മണലാവുമ്പോൾ മണലും കൂടെ വരുമ്പോൾ വേര് ഓടാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പോട്ടിംഗ് മിക്സ് ഞാനിവിടെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനുള്ളിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ചാർക്കോളാണ്. ചാർക്കോൾ ഉപയോഗിക്കുന്നത് വെള്ളത്തിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ചാർക്കോളിൻ്റെ മീതെയായിട്ടായിരിക്കും നമ്മൾ പോട്ടിംഗ് മിക്സ് ഇടുക. അപ്പം ചുറ്റുമുള്ള ഡിസൈനിനെ അധികം ബാധിക്കാത്ത തരത്തിലായിരിക്കും നമ്മൾ പോട്ടിംഗ് മിക്സ് ഇടുന്നത്. ഇതിൽ ഈ ബേസിൽ നമ്മൾ പല ലെയറായിട്ട് പലതരം സാൻഡ് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ പല കളർ ടോണിലും നമ്മൾ ചെയ്യും. ഇപ്പം ബ്ലൂ, പിങ്ക്, യെല്ലോ അങ്ങനെയുള്ള കളർ ടോണിൽ. ഇതിപ്പം ഒരു എന്താ പറയുക എർത്തി കളേഴ്സാണ് മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ചെടി നടാനുള്ള മണ്ണ് മിശ്രിതം നമ്മളതിൽ ഭംഗിയായി വെച്ചതിന് ശേഷം വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഒഴിക്കുകയല്ല ചെയ്യുന്നത്, വെള്ളം സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം കുത്തനെ വെള്ളം ഒഴിച്ചാൽ ഒന്ന് ഇതിൻ്റെ ഭംഗി പോകും, പിന്നെ ഇത് വളരെ കൂടാൻ സാധ്യതയുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചാലും വെള്ളം കൂടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും സ്പ്രേ ചെയ്യാനേ പാടുള്ളൂ. അപ്പോൾ ഇതിലേക്കുള്ള ചെടിയാണ് ഇനി അടുത്ത നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നല്ല ലീഫി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. എടുക്കുന്ന പോട്ടിന് അനുസൃതമായിട്ടുള്ള പ്ലാന്റ്സ് വേണം സെലക്ട് ചെയ്യാൻ. കഴിവതും ആ ടോപ്പിൽ മുട്ടാത്ത രീതിയിൽ അത് നിൽക്കുകയും വേണം. ഇതെടുത്ത ശേഷം നമ്മൾ കണ്ടായിരുന്നു ഇതിലെല്ലാം മണ്ണുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ മണ്ണെല്ലാം മാറ്റി വൃത്തിയായിട്ട് കഴുകി വേര് കാര്യമായി വെട്ടിക്കളയും. ഇതിൻ്റെ ഒത്ത നടുക്കായിട്ട് ഞാൻ ഈ വലിയ ചെടി അങ്ങ് വെക്കുക. ഒരു ഹോൾ ഉണ്ടാക്കിയ ശേഷമാണ് നമ്മളിതിലേക്ക് ഇറക്കി വെക്കുന്നത്. ഇങ്ങോട്ട് നോക്കി നിൽക്കണമെന്നൊക്കെ നമ്മളൊന്ന് ആലോചിച്ചിട്ട് വേണം അത് വെക്കാൻ. ഇനി നമുക്ക് ഒരു ഭംഗി കൂട്ടാനായിട്ട് ചെറുതായിട്ടൊരു
ഒരു ഫിറ്റോണിയ വെക്കാം. ഫിറ്റോണിയ ടെറേറിയത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, വിദേശ രാജ്യങ്ങളിൽ പോലും ഫിറ്റോണിയയ്ക്ക് ഭയങ്കര അതാണ്. പല കളറിലുള്ള ഫിറ്റോണിയ കിട്ടും. ഇതിപ്പോൾ പച്ചയും വെള്ളയും കൂടെ ഉള്ള ഫിറ്റോണിയാണ്. ഫിറ്റോണിയയുടെ വേറൊരു പേര് നേർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വേര് വളരെ നേർത്തതാണ്, അതായത് മുടിനാര് പോലെയാണ് ഇതിൻ്റെ വേരിയിരിക്കുന്നത്. അതുകൊണ്ട് വെള്ളം കൂടിയാലും അത് അഴുകി പോവുകയും ചെയ്യും, കുറഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതിന് ഏറ്റവും പറ്റിയൊരു മാർഗ്ഗമാണ് ടെറേറിയം എന്ന് പറയുന്നത്. നമ്മൾ ടെറേറിയത്തിൽ ഫിറ്റോണിയ വളർത്തിയാൽ നല്ല രസമായിട്ട് അതിരിക്കണം. നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇതിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ തണൽ ഇഷ്ടപ്പെടുന്ന ചെടികൾ അത് മാത്രമേ നമുക്ക് ഇൻഡോർ നിലനിൽക്കുകയുള്ളൂ. കാരണം വെയിൽ ആവശ്യമുള്ള ചെടികൾ ഒരിക്കലും വീടിനുള്ളിൽ വളരില്ല. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മളൊരു ടെറേറിയം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ലാൻഡ്സ്കേപ്പിങ്, ഇതിൻ്റെ ഭംഗി കൂട്ടാനുള്ള കാര്യങ്ങൾ അതൊക്കെ സെപ്പറേറ്റ് ആണ്. അതും കൂടെ ഒക്കെ ആഡ് ചെയ്യുമ്പോഴേ ഇതിന് കുറച്ച് കൂടുതൽ ഭംഗി വരുള്ളൂ. ഇപ്പോൾ ഒരു ഭംഗി കൂട്ടാനായിട്ട് നമ്മളൊരു റോക്കും കൂടെ വെക്കുകയാണ്. ഇതിൽ പലതരം പെബിൾസൊക്കെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ തീമിനനുസരിച്ച് അത് ചെയ്യാൻ നോക്കുക. ടെററിയം എന്ന് പറയുന്നത് ഒരു കലയാണെന്ന് കൂടി നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. ചെടി വെക്കുക മാത്രമല്ല, അതെങ്ങനെ അതിൻ്റെ ഭംഗി കൂട്ടാമെന്നും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലൊരു ബിസിനസ് മാർഗം കൂടിയാണ്. ഇനി ഫൈനലായിട്ട് നമ്മൾ ഇടുന്നത് സ്പ്രിംഗ് ടൈൽസ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ജീവിയാണ്. ഇതൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ആമസോണിലൊക്കെ നോക്കിയാൽ അറിയാം, 4000 രൂപ വരെയാണ് ഇതിൻ്റെ ഒരു ചെറിയ ഡപ്പയ്ക്ക് റേറ്റ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇത് തന്നെയാണ്. ഈ സ്പ്രിംഗ് ടൈൽസിനെ ഇതിൻ്റെ അകത്തോട്ട് അവർക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതാണ് നമുക്ക് ഏറ്റവും സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. സ്പ്രിംഗ് ടൈൽസ് നമ്മുടെ മണ്ണിനുള്ളിൽ കാണുന്ന ഒരു ജീവിയാണ്. അപ്പോൾ അത് ഇതിലിട്ട് കഴിയുമ്പോൾ ഒരു എക്കോസിസ്റ്റം പൂർത്തിയാകും. അതായത് ചെടിയുണ്ട്, അതിൻ്റെ ചുറ്റുപാടും എല്ലാം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് ജീവികളെയും കൂടി ഇട്ട് കഴിയുമ്പോൾ അവരൊരു കൊടുക്കൽ വാങ്ങൽ രീതിയിൽ അത് അവരങ്ങനെ അങ്ങ് മുന്നോട്ട് പോയിക്കോളും. ഇതിനുള്ളിൽ സ്പ്രിംഗ് ടൈൽസിനെ ഇടുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഫംഗസ് ബാധ മറ്റും വന്നു കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്തോളും. സ്പ്രിംഗ് ടൈൽസ് അത് ക്ലീൻ ചെയ്യും. നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്നത് ചാർക്കോളിലാണ്. ചാർക്കോളും വെള്ളവും കൂടെ ഉള്ള ഒരു മീഡിയത്തിൽ നമ്മളിട്ട ശേഷം അതിനൊരൽപ്പം അരിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൽ വളർന്നോളും. അപ്പോൾ വളരെ സമയമെടുത്ത് ചെയ്യുന്ന ടെററിയം ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു വർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്ത ശേഷം നമ്മൾ അടച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ടെററിയം പൂർണ്ണമായി കഴിഞ്ഞു. നാളുകൾ കഴിയുമ്പോൾ പ്രൂണിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷേ ചിലരുണ്ട് അത് പ്രൂൺ ചെയ്യാതെ അങ്ങനെ അങ്ങ് വിടും. അപ്പോൾ ഇതിനുള്ളിലൊരു കാടായിട്ട് മാറും. ഈ ലാൻഡ്സ്കേപ്പൊക്കെ അന്നേരം കൈവിട്ടു പോയിട്ട് ഏതെങ്കിലും ഒരു ചെടിയായിരിക്കും കാര്യമായിട്ട് ഇതിൽ കയറി വളരുക. അപ്പോൾ മറ്റേ ചെടിയെയും കൂടെ നശിപ്പിച്ച് ഏതെങ്കിലും ഒരു ചെടി കാര്യമായിട്ട് വളർന്ന് ഇത് മുഴുവൻ നിറയും. അപ്പം അതിഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. ടെറർ നിർമ്മിക്കാനായിട്ട് നമ്മൾ വിവിധ തരം പോട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ നല്ല സീൽ ചെയ്ത് വരുന്ന ടൈപ്പ് പോട്ടുകളാണ്. ഇത്തരം പോട്ടുകളിൽ ഉണ്ടാക്കാനാണ് എനിക്ക് താല്പര്യവും. പക്ഷേ ചില അടപ്പുകളില്ലാത്ത പോട്ടുകൾ കിട്ടും. അപ്പോൾ അതിന് ചേരുന്ന ലിഡ് നമ്മൾ കട്ട് ചെയ്ത് അതിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അത്തരം പോട്ടുകളിലൊക്കെ ടെററിയം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്ക് വെള്ളം ഒഴിക്കേണ്ടി വരും. ഇതിലൊക്കെ ആണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല, മോയ്സ്ചർ ഇതിൽ നിന്നും രക്ഷപ്പെടുന്നുമില്ല. നമ്മൾ ടെററിയത്തിലേക്ക് പ്ലാന്റ്സും മറ്റും അതുപോലെ തന്നെ അതിൻ്റെ മെറ്റീരിയൽസും ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. കഴിയുമെങ്കിൽ പലതും സ്റ്റെറിലൈസ് ചെയ്ത് മറ്റും ഉപയോഗിക്കുക. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് മനസ്സിലാക്കാൻ പാകത്തിന് ബേസിക് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ പാകത്തിനായിട്ടാണ് ഒരു സംഭവം സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അറിവ് പകർന്നു കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതിനായിട്ട് ഭാവിയിൽ ക്ലാസ്സുകൾ നടത്താനും പ്ലാനുണ്ട്. ടെറേറിയം
എന്ന മേഖലയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് വലിയൊരു നമ്മൾ വിചാരിക്കാത്ത തരം വിശാലമായ ഒരു ലോകമാണ് ഇതെന്ന് പറയുന്നത്. ഇതിനപ്പുറം പലിഡേറിയം, വിവേറിയം അങ്ങനെ പറയുന്ന പല പല മേഖലകളുണ്ട്. അതേക്കുറിച്ചെല്ലാം പഠിക്കണമെന്നും അത്തരം വിവേറിയവും പലിഡേറിയവും ഒക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇതെൻ്റെ ചെറിയൊരു കളക്ഷനാണ്. ഓരോരുത്തരുടെ ഓർഡർ പ്രകാരം ചെയ്തതാണ്. നമ്മൾ പലപ്പോഴും തീം അത് ഫോം ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ചെറിയൊരു സ്പാർക്കിൽ നിന്നായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ക്യൂരിയസ് കണ്ടപ്പോൾ അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു കളറ് അതെല്ലാം നോക്കിയിട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇതിൽ ബേസിൽ ബ്ലൂ കൊടുക്കാം, മുകളിൽ സാൻഡിൻ്റെ പുറത്ത് ഒരിത്തിരി ബ്ലൂ കൊടുക്കാം എന്നൊക്കെ തീരുമാനിക്കുന്നു. അപ്പോൾ എല്ലാം കൂടെ വരുമ്പോൾ ഒരു അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് ഇരിക്കുന്ന ഒരു അങ്ങനെ ഒരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു ചെടിയാണ്. അത് ഇംഗ്ലീഷ് ഐവിയാണ്. ഇതിനുള്ളിലിരിക്കുന്ന ഈ ചെടി എന്ന് പറയുന്നത് ഫിറ്റോണിയാണ്, നെയർ പ്ലാന്റ് ആണ്. അത് ചെറിയൊരു ചെടിയാണ് വെച്ചിരുന്നത്. ഇപ്പോൾ 4 മാസമായി. ഇത് ഏകദേശം ഈ പോട്ടിൻ്റെ പകുതിയോളം വലിപ്പത്തിൽ അത് വന്നു കഴിഞ്ഞു. ഈ കാണുന്ന ടെറേറിയം ഇതിപ്പോൾ നല്ല ഫോഗിയായിട്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളം തന്നെയാണ് ഇതിനുള്ളിൽ ഒരു നീരാവി പോലെ വന്ന് മുകളിൽ വന്ന ശേഷം വീണ്ടും മഴ പോലെ താഴേക്ക് വരുന്നത്. അപ്പോൾ രാവിലത്തെ സമയം മുഴുവൻ ഇത് മുഴുവൻ ഒരു ഫോഗി എഫക്റ്റ് ആയിരിക്കും. അതുതന്നെയാണ് ഇതിൻ്റെ ഭംഗിയെന്നും പറയുന്നത്. ഇപ്പോൾ ഇതിനുള്ളിൽ ഞാൻ ചെറിയൊരു മിനിയേച്ചർ ഉപയോഗിച്ചിട്ടുണ്ട്. അത്തരം സാധനങ്ങൾ ഇതിൻ്റെ ഭംഗി കൂട്ടുന്നുണ്ട്. അതുമാത്രമല്ല, ബിസിനസ്സായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ഓർഡർ വരുന്നത് ഇപ്പോൾ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നു, അല്ലെങ്കിൽ ഒരു പാലുകാച്ച് വരുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ വരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ ഇത്തരം മിനിയേച്ചേഴ്സ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാനിങ്ങനെ പരീക്ഷണങ്ങൾ ചെയ്യാറുണ്ട് ചെടികൾ വെച്ചിട്ട്. നമ്മൾ സ്ഥിരം വയ്ക്കുന്ന ചെടികളല്ലാതെ മറ്റ് ചില ചെടികളൊക്കെ വെച്ച് നോക്കും. അതേ ടെറേറിയത്തിനുള്ളിൽ ചിലത് സക്സസ് ആവും, ചിലത് ശരിയാവില്ല. പക്ഷേ ഇത് സക്സസ് ആയി എന്ന് പറയാം. 2 ക്രീപ്പർ പോലുള്ള ചെടികൾ ഞാൻ ഇതിനുള്ളിൽ വെച്ചു. ലാൻഡ്സ്കേപ്പ് ഇതിൽ വളരെ പ്രധാനമാണ് ഞാൻ ചെയ്യുന്ന ഓരോ ടെറേറിയത്തിലും. ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു കടൽ തീരം പോലെയുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ്. പ്രകൃതിയുടെ ഒരു ഭംഗി അതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ കടൽ ചെയ്തിരിക്കുന്നത് റെസിൻ കൊണ്ടാണ്. ഇതിനുള്ളിൽ തന്നെ 2 മിനിയേച്ചർ വെച്ചിട്ടുണ്ട്. മനുഷ്യരുടെ ഒരു കടൽ തീരത്ത് വന്നിരിക്കുന്ന 2 മനുഷ്യരുടെ ഒരു മിനിയേച്ചറാണ്. അങ്ങനെ ആ ഒരു കടൽ തീരം തീമാക്കിയിട്ട് ചെയ്ത ഒരു ടെറേറിയമാണിത്. എൻ്റെ മിക്ക ടെറേറിയത്തിലും മനുഷ്യരും പ്രകൃതിയുമായിട്ടുള്ളൊരു കണക്ഷൻ അല്ലെങ്കിൽ മൃഗങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ടെറേറിയം വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെള്ളം അതിൽ അനാവശ്യമായിട്ട് ഒഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഡ്രോപ്ലെറ്റ്സ് ഈ ടെറേറിയം പോട്ടിൽ കാണുന്നില്ല എങ്കിൽ മാത്രം, അത് ഒരാഴ്ചയോളം അതിൽ വെള്ളം കാണുന്നില്ല എങ്കിൽ മാത്രമേ വെള്ളം ഒഴിക്കാവൂ. ക്ലോസ്ഡ് ടെറേറിയം എന്ന് പറയുന്നത് പേര് പോലെ തന്നെ അടച്ചു സൂക്ഷിക്കുന്ന ടെറേറിയംസ് ആണ്. അതങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനുള്ളിലുള്ള മോയ്സ്ചർ നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഹ്യൂമിഡിറ്റി അതിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. അതുമാത്രമല്ല, ടെറേറിയം വാങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുന്ന സ്വഭാവം പാടില്ല എന്ന് പറയുകയും ചെയ്യുന്നത്. ടെറേറിയം വീട്ടിൽ വാങ്ങി വെക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രകാശമാണ്. അതിൽ സൂര്യപ്രകാശം ഡയറക്റ്റ് ഒരിക്കലും ടെറേറിയത്തിൽ വീഴാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അതായത് ടെറേറിയം സ്ഥിരമായി ഇരിക്കുന്ന സ്ഥലത്തെ ചൂട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ചൂട് കൂടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാനും ശ്രദ്ധിക്കണം. ഈ വെയിൽ നമുക്ക് ഡയറക്റ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇൻഡോർ വെച്ചാൽ മതി. ഇൻഡോർ വെച്ച് കഴിയുമ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, അത് മസ്റ്റാണ്. വിപണിയിൽ ഇന്ന് നല്ല വിലയുള്ള ഒരു
സംഭവമാണ് ടെറേറിയം എന്ന് പറഞ്ഞാൽ. കാരണം ഒരിക്കൽ വാങ്ങിക്കഴിഞ്ഞാൽ വർഷങ്ങളോളം അത് നിൽക്കും. വില കൊടുത്തൊരു ചെടി വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞ് അത് ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു മാസം ഒന്ന് വീട്ടിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ആ ചെടി നശിച്ചു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കാൻ പറ്റാതെയും മറ്റും നശിച്ചു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ടെറേറിയത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. കൃത്യമായ ലൈറ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തോളം നമ്മൾ വീട്ടിലില്ലെങ്കിൽ പോലും ആ ടെറേറിയം അതിൽ നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിപണി മൂല്യം വളരെ കൂടുതലാണ്. അതിൻ്റെ കോംപ്ലക്സിറ്റി, അതിലുപയോഗിച്ചിരിക്കുന്ന ചെടികൾ, അതിൽ മെറ്റീരിയൽ, അതിനൊക്കെ അനുസരിച്ചായിരിക്കും റേറ്റ് വരുന്നത്. ടെറേറിയം ഇപ്പോൾ കാര്യമായ ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ മാർക്കറ്റിംഗ് രീതി എന്ന് പറയുന്നത്, എനിക്കൊരു ഇൻസ്റ്റാ പേജുണ്ട്, അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, അതുപോലെ ഫേസ്ബുക്ക് പേജുണ്ട്. ഇതിലൂടെ എല്ലാം ഞാൻ ഓരോ തവണ ചെയ്യുന്ന ടെറേറിയത്തിൻ്റെ റീൽസും മറ്റും ഇടും. അതിലൂടെ തന്നെ ആയിരിക്കും എൻക്വയറീസ് കൂടുതൽ വരിക. ഇതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത്, നമുക്ക് വളരെ ദൂരേക്ക് ഇത് അയച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് മണ്ണും ചെടിയുമാണ്. ഒന്ന് മറിഞ്ഞു കഴിഞ്ഞാൽ ഇത് മോശമാവാനുള്ള സാധ്യതയുണ്ട്. ഈ ടെറേറിയം ഒരിക്കൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിൽ പ്രത്യേകിച്ച് വളമോ ഈവൻ വെള്ളം പോലും ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്ലസ് പോയിൻ്റ്. ഗിഫ്റ്റിംഗ് പർപ്പസിനപ്പുറം ഇപ്പോൾ അധികം പരിപാലിക്കേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഹോട്ടലുകളിലും സ്ഥാപനങ്ങളിലും മറ്റും ഇത്തരം ടെറേറിയംസ് ഉപയോഗിക്കുന്നത് നമ്മൾ ഇപ്പോൾ കാര്യമായിട്ട് കണ്ടുവരുന്നുണ്ട്. ടെറേറിയം എന്ന് പറയുന്നത് ഒരേ സമയം ആർട്ടുമാണ്, അതൊരു സയൻസുമാണ്. ഇതേക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കും എവിടെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതൊരു ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാവുന്ന പരിമിതമായ നോളജാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. നാട്ടുവരമ്പിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.